നരകത്തിൽ ചുട്ടുപഴിപ്പിച്ച ദണ്ഡകൾ കൊണ്ട് സബാനിയാക്കളായ മാലാഖമാർ, ശിക്ഷിക്കുന്ന മാലാഖമാർ അത്തരക്കാരായ ആളുകളുടെ നെറ്റി, അവരുടെ നെറ്റിയിലും അവരുടെ പാർശ്വഭാഗങ്ങളിലും അവരുടെ മുതുകളിലെല്ലാം ചൂട് വച്ചിങ്ങനെ പൊള്ളിക്കും. അല്ലാഹു തആല നരകത്തിൽ അവർക്ക് ശിക്ഷ കൊടുക്കും. അന്ന് അവരോട് വിളിച്ചു പറയും, നിങ്ങൾ സമ്പാദിച്ചു വെച്ച സമ്പത്തിന്റെ പരിണിത ഫലമിതാണ്. നിങ്ങൾ കുന്നുകൂട്ടി വെച്ച സ്വർണമുണ്ടല്ലോ, നിങ്ങൾ കെട്ടിപ്പിടിച്ചു വെച്ച സ്വർണമുണ്ടല്ലോ, നിങ്ങൾ കുന്നുകൂട്ടി വെച്ച സമ്പാദ്യങ്ങളുണ്ടല്ലോ, ആ സമ്പാദ്യങ്ങൾക്കുള്ള പ്രതിഫലമിതാണ്. ആ പ്രതിഫലങ്ങൾ നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുവീൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ പണം ചെലവഴിക്കാൻ നമുക്ക് മനസ്സ് വേണം. പാവപ്പെട്ടവന്റെ വിഷമാവസ്ഥകൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുന്ന നല്ല ആളുകളിൽ സാധുക്കളായ നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫഖീറുമാരായ ആളുകളെ പരിഗണിക്കാൻ നമുക്കൊരു മനസ്സ് വേണം. യാചകന്മാരായ ആളുകൾ വളരെ വേദനയോടെ, ഞാൻ മറ്റൊരു കാര്യം പറയാം, റമദാൻ മാസം ആഗതമാകുന്ന നേരത്തെ ചില ആളുകൾ ഇങ്ങനെ ഇറങ്ങി പുറപ്പെടാറുണ്ട്. ഞാൻ പാവപ്പെട്ടവനാന്നും പറഞ്ഞ് നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാര് ചിലപ്പോഴൊക്കെ ആസാമിൽ നിന്നും ബീഹാറിൽ നിന്നും ഒക്കെ കുറെ സാധനങ്ങൾ റമദാൻ സ്പെഷ്യലായി ഇറക്കുമതി ചെയ്തപ്പെട്ട സാധനങ്ങൾ പോലെ ഇറങ്ങിയിട്ട് നാട് വീടാന്തരങ്ങൾ കയറി ഇറങ്ങി സക്കാത്ത് പിരിക്കാനെന്നും പറഞ്ഞ് റമദാൻ മാസത്തെ തെണ്ടി മാസമായി ചിത്രീകരിക്കാൻ വേണ്ടി ചില ആളുകൾ ഇറങ്ങി പുറപ്പെടാറുണ്ട്. അത് പ്രോത്സാഹിപ്പിക്കേണ്ട ഇടപാടല്ല, അത് സ്റ്റോപ്പാക്കേണ്ട ഇടപാടാണ്. ചില ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്, അവർക്ക് ആരോഗ്യമുണ്ടാകും, അവർക്ക് അധ്വാനിക്കാൻ കഴിവുണ്ടാകും, അവരും യാചിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കും. എല്ലാ ആളുകളുടെ വാതിലുകളിലും നല്ല തട്ടമിട്ട് തൊപ്പിയിട്ട് ചിലപ്പോൾ ഒരു ചുവന്ന ഷോളൊക്കെ എടുത്ത് തലയെ കൂടെ ഇട്ടിട്ട് അല്ലാഹു സുബ്ഹാനല്ലാഹ് അല്ലാഹു ബറകത്ത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ജനങ്ങളെ പറ്റിച്ച് ആളുകളുടെ വാതിൽക്കലിൽ മുട്ടാൻ പോകുന്ന ചില ബിസിനസ്സുകാരായ ആളുകളുണ്ട്. അവരുടെ ബിസിനസ് അത്തരം ബിസിനസ്സാണ്. അങ്ങനെയുള്ള ആളുകളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റൂല. നമ്മുടെ നാടുകളിലുള്ള മുതലാളിമാർ പാവപ്പെട്ട ആളുകളെ കണ്ടെത്തുകയും വളരെ രഹസ്യമായി അവരെ സഹായിക്കുകയും അവർക്ക് വേണ്ട സംവിധാനങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഞാനും നിങ്ങളെ മറ്റ കുറ്റക്കാരാണ്. ശേഷവും ചൊല്ലുന്നില്ലേ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത ഫലാ യൻഫഉ ദൽ ജദ്ദു മിൻകൽ ജദ്ദ്. അല്ലാഹുവിന്റെ അടുക്കൽ സമ്പന്നന്മാരുടെ സമ്പത്തുകൾ ഉപകരിക്കില്ല കേട്ടോ. അല്ലാഹുവിങ്കൽ സമ്പന്നന്മാരുടെ സമ്പത്തുകൾ ഉപകരിക്കില്ല കേട്ടോ. പക്ഷേ ഉപകരിക്കുന്ന സമ്പത്തുണ്ട്, അതാരുടെ സമ്പത്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ധനം കൊടുക്കുകയും ആ ധനം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്യുന്ന നല്ല നല്ല മുതലാളിമാരുടെ സമ്പത്തുകൾ, അത് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ ഫളലുള്ള സമ്പത്താണ്. അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പവറുള്ള സമ്പത്താണ്. അങ്ങനെയുള്ള സ്വത്തിന് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ മൂല്യമുണ്ട്, വലിയ മൂല്യമുണ്ട്. മുഅ്മിനീങ്ങളെ, ആ സമ്പത്ത് നമ്മൾ നേടാൻ കഴിയും. പാവപ്പെട്ടവന്റെ വിഷമങ്ങൾ മനസ്സിലാക്കിയിട്ട് അവൻ പോലും അറിയാതെ അവന്റെ വീട്ടിന്റെ അകത്തളത്തിലേക്ക് പണവും കൊട്ടും കുറിപ്പുമായി നിങ്ങളുടെ വിഷമം മനസ്സിലാക്കുന്നു, ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നില്ല, നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞ് പണക്കെട്ടും കത്തുമായി വലിച്ചെറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ സേവനം ചെയ്യുന്ന എത്രയെത്ര പണക്കാരായ നല്ല ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ പണം ചെലവഴിച്ച് നമ്മൾ മാതൃക കാണിച്ചില്ലെങ്കിൽ അത് നമുക്ക് വലിയ അപകടമാണ്. വലിയ അപകടമാണ്, ചില്ലറ അപകടമൊന്നുമല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമില്ലായിരുന്നു. ഞാൻ ഇന്ന് ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നപ്പോ എന്റെ മേശപ്പുറത്ത് എത്ര വിഭവങ്ങളുണ്ട്, എത്ര ഫുഡുണ്ട്, എത്ര കറികളുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുന്ന് എത്രയോ ദിവസങ്ങൾ ഭക്ഷണം കഴിക്കാതെ കണ്ടില്ലേ? ഒരു രാത്രിയിൽ ഉമർ ഇബ്നു ഖത്താബ്
റളിയല്ലാഹു അൻഹു അവിടുന്ന് എഴുന്നേറ്റ് നടക്കുകയാണ്. വല്ലാത്ത വിശപ്പ്, ഉറങ്ങാൻ കഴിയുന്നില്ല, വല്ലാത്ത വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. എഴുന്നേറ്റ് നടന്നു. പാതിരാത്രി സമയത്ത് വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇറങ്ങി നടക്കുമ്പോൾ നടന്ന് മദീനയിൽ പാതിരാവിന്റെ പഴുതിലൂടെ സഞ്ചരിച്ച് പോകുന്ന നേരത്തതാ എതിരെ ഒരു നിഴല് വരുന്നു. അബൂബക്കർ സിദ്ദീഖ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിക്കുകയാണ്, സിദ്ദീഖേ എന്തിനാണ് ഇറങ്ങി പുറപ്പെട്ടത്? സഹിക്കുന്നില്ല സിദ്ദീഖ്, സഹിക്കുന്നില്ല ഫാറൂഖ്. രണ്ടുപേരുടെയും വിഷമം വിശപ്പാണ്. രണ്ടു സഹോദരന്മാരും കരങ്ങൾ കോർത്ത് പിടിച്ചിട്ട് മദീനയിലെ പാതിരാത്രിയുടെ പഴുതിലൂടെ നടന്ന് നീങ്ങുമ്പോഴുണ്ട് എതിരെ ഒരാള് നടന്നു വരുന്നു. ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരികയാണ്. എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും ഉറങ്ങാതെ പാതിരാത്രി സമയത്ത് ഇറങ്ങി നടക്കുന്നത്? നബിയേ, വിശപ്പ് സഹിക്കാനാകുന്നില്ല, വിശന്നിട്ടുറക്കം വരുന്നില്ല. തങ്ങളും ഇത് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവരോട് തിരികെ ചോദിക്കുകയാണ്, മോനെ സിദ്ദീഖേ, മോനെ ഫാറൂഖേ, നേതാവായ ഞാൻ എന്നെപ്പറ്റി നിങ്ങൾ എന്ത് വിചാരിക്കുമ്പോ? അനുയായികളായ നിങ്ങൾ പട്ടിണി കിടക്കുന്ന നേരത്ത് നേതാവായ ഞാൻ ഭർത്താവിന് ഭോജനം നടത്തി വയറ് നിറച്ച് കഴിയുന്നുവെന്നാണോ? ഞാനും ഇറങ്ങി തിരിച്ചത് വിശന്നിട്ടാണ്, ഞാനും ഇറങ്ങി തിരിച്ചത് വിശന്നിട്ടാണ്. ഈ മൂന്ന് പേരും കൂടെ അതാ കരങ്ങൾ കോർത്തു പിടിച്ച് എവിടെയെങ്കിലും വല്ലതും കിട്ടുമോ എന്ന് അന്വേഷിച്ചു നടക്കുകയാണ്. ഈ പ്രസംഗിക്കുന്ന എനിക്കും 25 വയസ്സ് പൂർത്തിയായി. എന്റെ ജീവിതത്തിൽ ഒരു രാത്രിയിലും എനിക്കിങ്ങനെ വിശപ്പ് സഹിക്കേണ്ടി വന്നിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഒരിക്കലും വിശന്നിട്ട് ഒരു തെരുവിന്റെ കവലയിലൂടെയും മലയേണ്ടി വന്നിട്ടില്ല. എന്റെ സദസ്സിൽ എത്ര വഴുത കേൾക്കാൻ വന്ന ഉമ്മ പെങ്ങന്മാരുണ്ട്, എന്റെ കരളിന്റെ കാതലുകളായ ചെറുപ്പക്കാരുണ്ട്, എന്റെ ബഹുമാനമുള്ള ഉപ്പമാരുണ്ട്. എന്റെ ഉപ്പ, എന്റെ പെങ്ങളെ, എന്റെ ചെറുപ്പക്കാരാ, ഏതെങ്കിലും ഒരു ദിവസം നിനക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാതെ നീ തലശ്ശേരിയുടെ അതല്ലെങ്കിൽ വടകരയിലെ തോണിലൂടെ അന്തരീക്ഷത്തിലൂടെ അല്ലെങ്കിൽ വഴിത്താരകളിലൂടെ നീ നടന്നിട്ടുണ്ടോ? നിനക്ക് ഓർമ്മയുണ്ടോ? അകലോകങ്ങളെ പടയ്ക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ വറയാളുന്ന തങ്ങൾ നാളെ സ്വർഗത്തിന്റെ ഉദ്ഘാടനം നടത്തുന്ന റസൂലുള്ള ആ മുത്തുനബി നാളെ സ്വർഗത്തിന്റെ ഉദ്ഘാടനം നടത്തുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ വലത് കൈയിൽ പിടിക്കുന്ന സിദ്ദീഖുൽ അക്ബർ തങ്ങൾ, റസൂലുള്ളാഹിന്റെ ഇടത്തെ കൈയിൽ പിടിക്കുന്ന ഉമറുൽ ഫാറൂഖ് തങ്ങളും വിശന്നിട്ടുറക്കം വരാതെ മദീനയുടെ തെരുവുകളിലൂടെ എവിടെയെങ്കിലും ഒരുപിടി ആഹാരം കിട്ടുമോ? ആരുടെയെങ്കിലും വാതിലിൽ മുട്ടാൻ കഴിയുമോ എന്ന് അന്വേഷിച്ച് പാതിരാത്രിയുടെ പടുതിയിൽ ഉറക്കം വരാതെ ഇറങ്ങി നടക്കുകയാണ്. അതാ അകലെ അൻസാരിയായ ഒരു സഹാബിയുടെ വീട്ടിൽ ഒരു നല്ല വെളിച്ചം ഇങ്ങനെ കാണുന്നു. മൂവരും കൂടി അങ്ങോട്ട് നടന്ന് എന്നിട്ട് വിളിച്ചു പറഞ്ഞു, അസ്സലാമു അലൈക്കും. സലാം പറഞ്ഞത് നബിയാണ്, മറുപടി വരുന്നില്ല. രണ്ടാമതും സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും, മറുപടി വരുന്നില്ല. മൂന്നാമതും സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും, മറുപടി വരുന്നില്ല. ആ മൂവരും വിഷമത്തോടെ
തിരിച്ചു പോകാനൊരുങ്ങുമ്പോൾ അൻസാരിയായ സ്ത്രീ വീട്ടിന്റെ അകത്തളത്തിൽ നിന്ന് വിളിച്ചു പറയുന്നു, വഅലൈക്കുമുസ്സലാം. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, പെങ്ങളെ, ഞാൻ ഒന്നാമത് സലാം പറഞ്ഞത് നീ കേൾക്കാത്തതെന്താ? ഞാൻ രണ്ടാമത് സലാം പറഞ്ഞിട്ട് നീ മറുപടി പറയാത്തതെന്താ? മൂന്നാമത് സലാം പറഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് ഞങ്ങൾ തിരികെ പോകാനിറങ്ങുമ്പോഴാണല്ലോ നിന്റെ ഭാഗത്തു നിന്ന് മറുപടി ഉണ്ടായത്, യാ റസൂലല്ലാഹ്, ഞങ്ങൾ പാവങ്ങളാണ് നബിയേ. ഞങ്ങളുടെ വീട്ടിലേക്ക് ഈ പാതിരാ നേരത്തെ വന്ന അതിഥികൾ മഹാന്മാരായ അതിഥികളാണ്. ഈ ഭൂമി ലോകത്തെ ഏറ്റവും മഹത്വമുള്ള അതിഥികളാണ്. ഇന്ന് പാതിരാത്രി ഞങ്ങളുടെ വീട്ടിന്റെ അകത്തളത്തിലേക്ക് കടന്നു വന്നത്. ആ അതിഥികളെ സ്വീകരിക്കാൻ ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും ഒരുക്കമാണ്. പക്ഷേ അവിടുത്തെ വീട്ടിന്റെ മുന്നിൽ വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റഹ്മത്ത് നിങ്ങളിൽ, അല്ലാഹുവിന്റെ രക്ഷ നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്നാണ് റസൂലുള്ള സലാം പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ സലാം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആകാശ ലോകത്ത് നിന്ന്, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അല്ലാഹുവിന്റെ രക്ഷയുടെ കടാക്ഷങ്ങളുടെ കവാടങ്ങൾ ഞങ്ങളുടെ മേൽ മലർക്ക തുറക്കപ്പെടൂലേ നബിയേ? രണ്ടാമതും അവിടുന്ന് പറഞ്ഞപ്പോഴും അങ്ങനെ തുറക്കപ്പെടൂലേ നബിയേ? മൂന്നാമതും അവിടുന്ന് സലാം പറയുമ്പോൾ അല്ലാഹുവിന്റെ ലോകത്ത് നിന്ന് രക്ഷയുടെ കവാടങ്ങൾ ഞങ്ങൾക്ക് മേൽ തുറക്കപ്പെടില്ലേ നബിയേ? അത് തുറക്കപ്പെടാൻ വേണ്ടി തന്നെയാണ് നബിയേ ഞാൻ ആ സലാമുകൾ മടക്കിയിട്ടില്ലെന്നല്ല, ഞാൻ മടക്കിയിട്ടുണ്ടെല്ലാം പതുക്കെയാണ്. ഞാൻ ആദ്യം തന്നെ ഉറക്ക സലാം മടക്കിയിരുന്നെങ്കിൽ റസൂലുള്ള ഒന്നാമത്തെ സലാമിലങ്ങ് നിർത്തുമായിരുന്നു. ഞാൻ പതുക്കെ മടക്കിയത് കൊണ്ടാണ് രണ്ടാമതും മൂന്നാമതും അല്ലാഹുവിന്റെ റസൂൽ സലാം പറഞ്ഞത്. ആ ബറക്കത്ത് കിട്ടാനും ആ ദുആ കിട്ടാനും പറഞ്ഞതാണ് നബിയേ. ഞാനങ്ങ് ചുരുക്കി പറയട്ടെ മുഅ്മിനീങ്ങളെ, വീട്ടിന്റെ അകത്തളത്തിലേക്ക് കയറി വന്ന മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും പ്രിയപ്പെട്ട അനുയായികളെയും ആ അൻസാരിയായ സഹാബി സ്വീകരിക്കുകയാണ്. ഭർത്താവ് വെള്ളം കോരിക്കൊണ്ട് വരികയാണ്. ഭക്ഷണമുണ്ടാക്കി കൊടുത്ത് സൽക്കരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് മഹാനായ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ആയത്ത് ഓതുകയാണ്. ثم لتسألن يومئذ عن النعيم ثم لتسألن يومئذ عن النعيم. എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും നാളെ പാരത്രിക ലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്ന ആശയം വരുന്ന ആയത്ത് റസൂലുള്ള ഓതുകയാണ്. ആ നേരത്ത് റസൂലുള്ള ചോദിക്കുന്നു തങ്ങളോട്, സുദ്ദീഖ് തങ്ങൾ ചോദിക്കുന്നു, നബിയേ, വരാതെ ഇറങ്ങി നടന്ന് അവസാനം ഒരു സ്ഥലത്ത് നിന്ന് അഭയം കിട്ടിയിട്ട് ഭക്ഷണം കിട്ടിയ ഈ നിഅമത്തിനെ പറ്റിയും അല്ലാഹു ചോദ്യം ചെയ്യപ്പെടുമോ നബിയേ? അതേ സുദ്ദീഖ്. ആ നേരത്തെ സുദ്ദീഖ് തങ്ങളാകുന്ന നേതാവ് പറയുന്നു, നബിയേ, ഈ കേട്ട ആയത്തിന്റെ അർത്ഥം ഞാനിപ്പോൾ കഴിച്ച ആഹാരം ഇപ്പോൾ തന്നെ ദഹിപ്പിച്ചു കളഞ്ഞു നബിയേ. മുൻഗാമികളായ ആളുകളെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കം എത്രമേൽ പ്രയാസം അനുഭവിച്ചാണ് ജീവിച്ചത് മുഅ്മിനീങ്ങളെ. എത്ര ആളുകളാണ് കല്യാണത്തിന്റെ പേരിൽ ധിക്കാരങ്ങൾ കാണിക്കുന്നത്. എത്ര രൂപയുടെ ചെരുപ്പ, 5000 രൂപയുടെ ചെരുപ്പ് ധരിക്കുന്ന ആളുകൾ, 10000 രൂപയുടെ ചെരുപ്പ് ധരിക്കുന്ന ആളുകൾ, പോകട്ടെ 50,000 രൂപയുടെ സാരി ചുറ്റുന്ന പെങ്ങന്മാർ, 1,00,000 രൂപയുടെ സാരി ഉടുക്കുന്ന പെങ്ങന്മാർ, 501 പവനിടുന്ന ആളുകൾ, 280 പവൻ ധരിക്കുന്ന ആളുകൾ, കല്യാണത്തിന് ഇത്രമേൽ ആർഭാടങ്ങൾ കാണിച്ചുകൊണ്ട് അല്ലാഹുവിനെ വെല്ലുവിളിക്കുന്ന ഏർപ്പാട്, അത് തെറ്റായ ഏർപ്പാടാണ്. അയലത്തെ
വീട്ടിലെ 36 വയസ്സുകാരിയായ പെണ്ണിന് ഇതുവരെ കല്യാണം നടന്നിട്ടില്ല. സമ്പത്തില്ലാത്തതിന്റെ പേരിലാണ് നടക്കാത്തത്. പൊന്നും പണവും വാപ്പാക്ക് കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ, സമ്പത്തില്ലാത്തതിന്റെ പേരിൽ 36 വയസ്സുവരെ കല്യാണം നടക്കാതിരുന്ന പെങ്ങൾ അയലത്തെ വീട്ടിലെ പ്രമാണിയായ മുതലാളിയുടെ മകളുടെ കല്യാണം വന്നപ്പോൾ ചോർന്നൊലിക്കുന്ന പുരയ്ക്കകത്ത് കരഞ്ഞ് കരഞ്ഞ് അല്ലാഹുവേ, എന്നാണ് എനിക്ക് മംഗല്യത്തിന്റെ സൗഭാഗ്യം വരുന്നത്? അല്ലാഹുവേ, എന്നാണൊരു പുതുമണവാളൻ എന്നെ ഈ ചെറിയ കുടിലിന്റെ അകത്തളത്തിൽ നിന്ന് സ്വീകരിച്ചു കൊണ്ടുപോകുന്നത്? എന്നാണ് റബ്ബേ എന്ന് ചിന്തിച്ചുകൊണ്ട് കരഞ്ഞ് കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് 36-40 വയസ്സ് വരെ പിന്നിട്ട ഈ സമുദായത്തിലെ എത്രയോ എത്രയോ പാവപ്പെട്ട പെൺകുടിമാരുണ്ട്. കുഞ്ഞിങ്ങളെ, ഈ പെൺകുടിമാർ അയലത്തെ വീട്ടിലെ മുതലാളിയുടെ 5000 രൂപയുടെ ചെരുപ്പും 50,000 രൂപയുടെ സാരിയും 280-500 പവന്റെ സ്വർണവും ഇങ്ങനെ കുളിച്ച് വളരെ മൊബൈൽ ജ്വല്ലറി പോലെ സഞ്ചരിക്കുന്ന ജ്വല്ലറിയായിട്ട് മണവാട്ടിയായിട്ട് ഒരുങ്ങിയിരിക്കുന്ന മുതലാളിയുടെ മക്കൾ ഇത് കേൾക്കുന്നുണ്ടോ? ഓ മുതലാളിയുടെ മോളെ, നിനക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ. നിനക്ക് ചുറ്റുഭാഗത്തും, നിന്റെ നാടിന്റെ ചുറ്റുഭാഗത്തും കല്യാണം കഴിയാതെ, പണമില്ലാത്തതിന്റെ പേരിൽ, പണ്ടമില്ലാത്തതിന്റെ പേരിൽ കല്യാണം കഴിയാതെ കണ്ണീര് ഒലിച്ചു കഴിയുന്ന എത്രയോ എത്രയോ പാവപ്പെട്ട പെൺകിടാങ്ങളുണ്ട്. അവരൊക്കെ നിന്റെ കല്യാണത്തിന് അവരുടെ ചെറ്റക്കൂരകളിൽ ചോർന്നലിക്കുന്ന, മഴ പെയ്യുന്ന നേരത്ത് ചോർന്നലിച്ച് തകർന്ന് വീഴാറായ വീട്ടിന്റെ അകത്തളങ്ങളിൽ സ്വപ്നം കണ്ട് ഒരു വിവാഹമംഗല്യം സ്വപ്നം കണ്ട് കഴിയുന്ന എത്രയോ എത്രയോ പെൺകുടിമാർ ബിരിയാണിയുടെ മണമിങ്ങനെ അടിച്ചു വീശുമ്പോ ബിരിയാണി കഴിച്ചിട്ട് ഒരു പിടി നല്ല ആഹാരം കഴിച്ചിട്ട് എത്രയോ കാലമായെന്ന് ചിന്തിച്ച് ആരും കാണാതെ മുതലാളി ഉണ്ടാക്കിയ വലിയ വിവാഹ പന്തലിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെ നിന്ന് ആർത്തിയോടെ ഭക്ഷണം കിട്ടാതെ, എത്രയോ ദിവസം ഭക്ഷണം കിട്ടാതെ കഴിഞ്ഞ മനുഷ്യന്റെ മുന്നിലേക്ക് ഭക്ഷണത്തളിക എത്തുമ്പോൾ എത്രമാത്രം ആർത്തിയോടെയാണോ തിന്നുന്നത്, അത്രയും ആർത്തിയോടെ വലിച്ചുവാരി ബിരിയാണി തിന്നിട്ട് ആ ചെറിയ പെൺകുട്ടിയുണ്ടല്ലോ, 36 വയസ്സ് പിന്നിട്ടിട്ടും വിവാഹം കഴിയാത്ത പെൺകുട്ടിയുണ്ടല്ലോ, ആ പെൺകുട്ടി ആലോചിക്കുകയാണ്, പുതുമണവാട്ടിയെ ഒന്ന് കണ്ടാലോ, പുതുമണവാട്ടിയെ ഒന്ന് നോക്കിയാലോ. അങ്ങനെ പുതുമണവാട്ടിയെ കാണാൻ വേണ്ടി എല്ലാവരും തിക്കും തിരക്കും കാണിച്ചു നിൽക്കുന്ന നേരത്ത് ആരും കാണാതെ പാത്തും പതുങ്ങിയും വന്ന് ഭക്ഷണം കഴിച്ച ഈ പാവപ്പെട്ട ചെറ്റക്കുടലിൽ കഴിയുന്ന 36 വയസ്സ് പിന്നിട്ടിട്ടും പണമില്ലാത്തതിന്റെ പേരിൽ, പണ്ടമില്ലാത്തതിന്റെ പേരിൽ കല്യാണം കഴിയാത്ത ഈ പാവപ്പെട്ട പെൺകുട്ടി വന്നിട്ട് ആ സമ്പന്നനായ മുതലാളിയായ പ്രമാണിയായ മകളുടെ വിവാഹ പന്തലിൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന രാജകുമാരിയെ പോലെ അതാ 5000 50,000 രൂപ വിലയുള്ള ചെറുപ്പം, 1,00,000 രൂപ വിലയുള്ള സാരിയും ചുറ്റി അതാ 101 പവൻ സ്വർണവും ഇട്ടിട്ട് ചമഞ്ഞൊരുങ്ങിയിരിക്കുന്ന മുതലാളിയായ ആ മുതലാളിച്ചിയായ പെണ്ണിന്റെ ഈ രംഗമിങ്ങനെ ഈ പാവപ്പെട്ട പെണ്ണ് കാണാനിടയായാൽ അവരുടെ കൽവിന്റെ അകത്തളത്തിൽ ഒരു അഗ്നി ആളിക്കത്തും. എന്റെ ശബ്ദം കേൾക്കാക്കുന്ന മുതലാളിമാരായ ആളുകളുണ്ടോ? ഈ നാട്ടിൽ അല്ലാഹു സമ്പത്ത് നിന്ന് അനുഗ്രഹിച്ച ആളുകളുണ്ടോ? അത്തരം തോന്നിവാസങ്ങൾ കാണിക്കല്ലേ വാപ്പാ, അത്തരം ധിക്കാരങ്ങൾ ചെയ്യല്ലേ വാപ്പാ. അത് അല്ലാഹുവിനെ വെല്ലുവിളിക്കുന്ന ഏർപ്പാടാണ്, അല്ലാഹുവിന്റെ റസൂലിനെ വെല്ലുവിളിക്കുന്ന ഏർപ്പാടാണ്. ഈ വന്ന പെങ്ങളുടെ കൽവിന്റെ അകത്തളത്തിൽ ഒരു അഗ്നി കത്തുകയാണ്. അല്ലാഹുവേ, ഈ 501 പവന്റെ 10% എന്റെ വാപ്പാക്കുണ്ടായിരുന്നെങ്കിൽ, എന്റെ പിതാവിനുണ്ടായിരുന്നെങ്കിൽ എന്നെ എന്റെ കല്യാണം നടന്നു പോകുമായിരുന്നു എന്ന് ചിന്തിച്ച് ഈ പാവപ്പെട്ട പെണ്ണിന്റെ മനസ്സിന്റെ അകത്തളത്തിൽ അഗ്നി കത്തുകയും അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികളിച്ചു വീഴുകയും ചെയ്താൽ അവരുടെ മനസ്സിൽ കത്തിയ അഗ്നിയുണ്ടല്ലോ, അവരുടെ കണ്ണുകളിൽ നിന്ന് പൊടിഞ്ഞെരിയുടെ കണ്ണീർ തുള്ളികളുണ്ടല്ലോ, ഒരു മുതലാളിക്കും തടുക്കാൻ കഴിയില്ല, ഒരു മുതലാളിക്കും ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല, ഒരു മുതലാളിക്കും ഖബറിൽ രക്ഷപ്പെടാൻ കഴിയില്ല. അത്രമേൽ വീര്യമുള്ള, അത്രമേൽ ആസക്തിയുള്ള, അത്രമേൽ
വളരെ നശീകരണ ശേഷിയുള്ള അഗ്നിയാണ് ആ പെൺകുട്ടിയുടെ മനസ്സിന്റെ അകത്തളത്തിൽ കത്തിയ അഗ്നി. അത്രമേൽ വീര്യമുള്ള കണ്ണീരാണ് ആ പെൺകുട്ടിയുടെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീണ കണ്ണീർ തുള്ളികൾ. അതുകൊണ്ട് ഈ സമുദായത്തിലെ ആളുകളോട് വളരെ വിനയോടും ഓർമ്മപ്പെടുത്തട്ടെ, ഈ നാട്ടുകാരായ ആളുകൾ ആർഭാടപ്രിയന്മാരാണെന്നല്ല, ഈ നാട്ടുകാരായ ആളുകൾ അത്തരക്കാരെന്നല്ല. നമ്മുടെ നാട്ടിൽ എത്രയോ ആളുകൾ അങ്ങനെയുണ്ട് മുഅ്മിനീങ്ങളെ. ആ ഒരു മുതലാളിമാർ അല്ലാഹുവിന്റെ ദീനിനെ പരിഗണിക്കാത്ത, അല്ലാഹുവിന്റെ ദീനിന്റെ അകത്തളത്തിൽ വിഷമിച്ച് കഴിയുന്ന എത്രയോ പാവപ്പെട്ട പെൺകുട്ടികളെ പരിഗണിക്കാത്ത അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വലിയ ദുരന്തമാണ് മുഅ്മിനീങ്ങളെ. ഈ പാവപ്പെട്ട പെൺകുട്ടി വന്നിട്ട് വാപ്പാനടുത്ത് പറയും, വാപ്പാ നിങ്ങൾ നാളെ മുതൽ യാചിക്കാൻ പോണ്ട, എനിക്ക് ജീവിതം തരാമെന്ന് പലരും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തിനാണ് വെള്ളിയാഴ്ചകളിൽ കണ്ടിട്ടില്ലേ, വെള്ളിയാഴ്ചകളിൽ നമ്മൾ ജുമുഅ നിസ്കാരങ്ങളിൽ പുറത്തേക്കിറങ്ങുന്ന നേരത്ത്, വെള്ളിയാഴ്ചകളിൽ നമ്മൾ പുറത്തോട്ടിറങ്ങുന്ന നേരത്ത് പള്ളിയുടെ പടിവാതിൽകളിൽ തണ്ടം വിരിച്ചിട്ട് മുതലാളിമാരായ സമ്പന്ന തമ്പുരാക്കന്മാർ എറിഞ്ഞു കൊടുക്കുന്ന നാണയത്തുട്ടുകൾക്ക് വേണ്ടി അവരുടെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന പാവപ്പെട്ട ശരീരത്തിന് ശേഷിയില്ലാത്ത, ശേഷി നഷ്ടപ്പെട്ടു പോയ അനാരോഗ്യാവസ്ഥകളും കൊണ്ട് ബുദ്ധിമുട്ടി പ്രിയപ്പെട്ട പെൺമക്കളെ ഒരു വരന്റെ കൂടെ കെട്ടിച്ചയക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന എത്രയോ വാപ്പമാരുണ്ട്. എത്രയോ പള്ളി വരാന്തയിൽ കൈനീട്ടി നിൽക്കുന്നു എത്രയോ ജീവിതങ്ങൾ. പള്ളി വരാന്തയിൽ കൈനീട്ടി നിൽക്കുന്നു എത്രയോ ജീവിതങ്ങൾ. പള്ളി വരാന്തയിൽ കൈനീട്ടി നിൽക്കുന്നു എത്രയോ ജീവിതങ്ങൾ. മകളെ കെട്ടിക്കാൻ വകുപ്പില്ല, വീടില്ല, ഇങ്ങനെ എത്ര ജീവിതങ്ങളാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, നാളെ മുതൽ ഒരു മുതലാളിയുടെ മോനാണ് നിങ്ങൾ പോണ്ട, അതല്ലെങ്കിൽ ഈ വാപ്പ മരണപ്പെട്ടു പോയി, മോളെ കെട്ടിക്കാൻ വകുപ്പില്ലാതെ കുറെ യാചിച്ച് നടന്നു. അവസാനം ഈ കിട്ടിയ പൈസ എല്ലാം കൊണ്ടുപോയി ഏതെങ്കിലുമൊക്കെ പലിശക്കാരന്റെ അടുത്ത് നിന്ന് കടം പേടിച്ച ആ പണത്തിന് പലിശ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ എത്ര ദുരന്തങ്ങളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. മുഅ്മിനീങ്ങളെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വലിയ ദുരന്തമാണ് സമ്പത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാലോ പരീക്ഷണമാണ്. ദാരിദ്ര്യം കൊണ്ട് കുഫറിലേക്ക് ഒരു മനുഷ്യൻ പോയി പോകും. കണ്ടില്ലേ ചില ആളുകൾ സുപ്രഭാതത്തിൽ വഹാബിയായി പോകുന്നത് പണം കിട്ടിയിട്ടാ. ചില ആളുകളാണെങ്കിലേ കൺവെർട്ടായി പോകുന്നത് പണം കിട്ടുമ്പോഴാ. പണം കിട്ടുമ്പോ ആരും എന്തും പറയും, പലതും ചെയ്യും. അങ്ങനത്തെ ഒരു ദാരുണതകളിലേക്ക് അല്ലാഹു തആല എത്തിക്കാതിരിക്കുമാറാകട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, അങ്ങനെയുള്ള പെൺകുടികൾ വാപ്പാനോട് പറയും, വാപ്പാ തെണ്ടിയത് മതി വാപ്പാ, ഒരു മുതലാളിയുടെയും മുഖമിങ്ങി നോക്കാൻ പോകണ്ട വാപ്പാ, ഒരു തന്റെയും മുന്നിൽ വാപ്പ യാചിക്കാൻ പോകണ്ട വാപ്പാ. അന്യമതക്കാരനായ പ്രസാദേട്ടനിക്ക് ജീവിതം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ജോസേട്ടനിക്ക് ജീവിതം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അന്യമതക്കാരുടെ കരങ്ങളിൽ പിടിച്ചിട്ട് ഈ സമുദായത്തിലെ എത്രയോ പെൺകുടിമാർ ദാരിദ്ര്യത്തിന്റെ പേരിൽ കൂറുമാറി പറന്നു പോയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആൻ നൽകുന്ന താക്കീത് എത്ര ശക്തമായ താക്കീതാണെന്നറിയുമോ? വിശുദ്ധ ഖുർആൻ നമ്മളോട് നടത്തുന്നത് സമ്പത്ത് കെട്ടിപ്പിടിച്ചു വെച്ച ആളുകളില്ലയോ? വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. സ്വർണവും വെള്ളിയുമെല്ലാം കൂമ്പാരമായി വെക്കുകയും അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുകയും ചെയ്ത ആളുകളുണ്ടോ? സ്വർണവും വെള്ളിയും കൂമ്പാരങ്ങളായി കൂട്ടിവെച്ച് അലമാരകളിൽ
50ഉം 100ഉം 150ഉം 280ഉം പവനുകൾ ഇങ്ങനെ കുന്നുകൂട്ടി വെച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ വെച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് വേദനാജനകമായ ശിക്ഷയാണ് അദാബുൻ അലീം. അല്ലാഹു നിർത്തുന്നില്ല യൗമ യുഹ്മാ അലൈഹാ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഓർമ്മപ്പെടുത്തുന്ന വളരെ വേദനാജനകമായ കാര്യങ്ങളെ പറ്റി ഫീനാരി ജഹന്നമ ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വദുഹൂറുഹും ഹാദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. يوم يحمى عليها في نار جهنم فتكوى بها جباههم وجنوبهم وظهورهم. നരകത്തിൽ ചുട്ടുപഴുപ്പിച്ച ദണ്ഡുകളുണ്ടല്ലോ, നരകത്തിൽ ചുട്ടുപഴുപ്പിച്ച ദണ്ഡുകൾ കൊണ്ട് സബാനിയാക്കളായ മാലാഖമാർ, ശിക്ഷിക്കുന്ന മാലാഖമാർ അത്തരക്കാരായ ആളുകളുടെ അവരുടെ നെറ്റിയിലും അവരുടെ പാർശ്വഭാഗങ്ങളിലും അവരുടെ മുതുകളിലെല്ലാം ചൂട് വെച്ചിങ്ങനെ പൊള്ളിക്കും. അല്ലാഹു തആല നരകത്തിൽ അവർക്ക് ശിക്ഷ കൊടുക്കും. അന്ന് അവരോട് വിളിച്ചു പറയും, നിങ്ങൾ സമ്പാദിച്ചു വെച്ച സമ്പത്തിന്റെ പരിണിത ഫലമിതാണ്. നിങ്ങൾ കുന്നുകൂട്ടി വെച്ച സ്വർണമുണ്ടല്ലോ, നിങ്ങൾ കെട്ടിപ്പിടിച്ചു വെച്ച സ്വർണമുണ്ടല്ലോ, നിങ്ങൾ കുന്നുകൂട്ടി വെച്ച സമ്പാദ്യങ്ങളുണ്ടല്ലോ, ആ സമ്പാദ്യങ്ങൾക്കുള്ള പ്രതിഫലമിതാണ്. ആ പ്രതിഫലങ്ങൾ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുവീൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ പണം ചെലവഴിക്കാൻ നമുക്ക് മനസ്സ് വേണം. പാവപ്പെട്ടവന്റെ വിഷമാവസ്ഥകൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുന്ന നല്ല ആളുകളിൽ സാധുക്കളായ നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫഖീറുമാരായ ആളുകളെ പരിഗണിക്കാൻ നമുക്കൊരു മനസ്സ് വേണം. യാചകന്മാരായ ആളുകൾ വളരെ വേദനയോടെ ഞാൻ മറ്റൊരു കാര്യം പറയാം. റമദാൻ മാസം ആഗതമാകുന്ന നേരത്തെ ചില ആളുകൾ ഇങ്ങനെ ഇറങ്ങി പുറപ്പെടാറുണ്ട്. ഞാൻ പാവപ്പെട്ടവനാന്നും പറഞ്ഞ് നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാര് ചിലപ്പോഴൊക്കെ ആസാമിൽ നിന്നും ബീഹാറിൽ നിന്നും ഒക്കെ കുറെ സാധനങ്ങൾ റമദാൻ സ്പെഷ്യലായി ഇറക്കുമതി ചെയ്തപ്പെട്ട സാധനങ്ങൾ പോലെ ഇറങ്ങിയിട്ട് നാട് വീടാന്തരങ്ങളും കയറി ഇറങ്ങി സക്കാത്ത് പിരിക്കാനെന്നും പറഞ്ഞ് റമദാൻ മാസത്തെ തെണ്ടി മാസമായി ചിത്രീകരിക്കാൻ വേണ്ടി ചില ആളുകൾ ഇറങ്ങി പുറപ്പെടാറുണ്ട്. അത് പ്രോത്സാഹിപ്പിക്കേണ്ട ഇടപാടല്ല, അത് സ്റ്റോപ്പാക്കേണ്ട ഇടപാടാണ്. ചില ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്, അവർക്ക് ആരോഗ്യമുണ്ടാകും, അവർക്ക് അധ്വാനിക്കാൻ കഴിവുണ്ടാകും, അവരും യാചിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കും. എല്ലാ ആളുകളുടെ വാതിലുകളിലും നല്ല തട്ടമിട്ട് തൊപ്പിയിട്ട് ചിലപ്പോൾ ചുവന്ന ഷോളൊക്കെ എടുത്ത് തലയെ കൂടെ ഇട്ടിട്ട് അല്ലാഹു സുബ്ഹാനല്ലാഹ് അല്ലാഹു ബറകത്ത് എന്നൊക്കെ പറഞ്ഞ് വെറുതെ ജനങ്ങളെ പറ്റി ആളുകളുടെ വാതിൽക്കൽ മുട്ടാൻ പോകുന്ന ചില ബിസിനസ്സുകാരായ ആളുകളുണ്ട്. അവരുടെ ബിസിനസ് അത്തരം ബിസിനസ്സാണ്. അങ്ങനെയുള്ള ആളുകളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റൂല. നമ്മുടെ നാടുകളിലുള്ള മുതലാളിമാർ പാവപ്പെട്ട ആളുകളെ കണ്ടെത്തുകയും വളരെ രഹസ്യമായി അവരെ സഹായിക്കുകയും അവർക്ക് വേണ്ട സംവിധാനങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഞാനും നിങ്ങളുമൊക്കെ കുറ്റക്കാരാണ്. വലിയ വലിയ പടുകൂറ്റം രമ്യഹർമ്മങ്ങളും കൊട്ടാരങ്ങളും എന്തിനാ ഞാനും നിങ്ങളും പടുതുയർത്തുന്നത്? 2 മക്കളും ഒരു ഭാര്യയും ഒരു ഭർത്താവിനും താമസിക്കാൻ എന്തിനാ 3-4 ഫ്ലോറുള്ള വീടെന്തിനാ? വലിയ വലിയ ആഡംബര വീട് ഒരാളെന്ന വീട് വെക്കാൻ ചിന്തിച്ചാൽ ഏറ്റവും കുറഞ്ഞത് 2 നിലയുള്ള വീടാ വെക്കാൻ തീരുമാനിക്കുന്നത്. ഇന്ന് പുതുതായി വെക്കുന്ന വീടുകൾ അല്പമെങ്കിലും അല്ലാഹു പണം കൊടുത്തിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരാരും ഒരു നിലയുള്ള വീട് പണിയാൻ മെനക്കെടാറില്ല. അവരുടെ വീട്ടിൽ താമസിക്കാൻ ഒരുപക്ഷെ അവന്റെ ഉമ്മയും അവന്റെ വാപ്പയും അവനും അവന്റെ വൈഫും 2 ചെറിയ മക്കളുമേ ഉള്ളൂ. എന്നാലും അവന് പണിയുന്ന വീട് 2 നിലയുള്ള വലിയ വീടാണ്. മോനെ, എത്രയോ
വീടുകളിൽ എനിക്ക് പോയിട്ട് അനുഭവമുണ്ട്. അവിടെ വീട്ടിന്റെ മുകൾ ഭാഗത്ത് അവർ സംവിധാനിച്ച റൂമിന്റെ അകത്തളത്തിൽ താമസിക്കാൻ ആളുകളില്ല. അവിടെ പൊടിയടിച്ച് കിടക്കുകയാണ്. അവിടെ വൃത്തികേടായി, അതാ മാറാലയായി. ഈ ചലന്തിക്കും മൂട്ടയ്ക്കും പാറ്റയ്ക്കുമൊക്കെ താമസിക്കാൻ വേണ്ടി വീട് പണിയുന്ന ആളുകളുണ്ട്. പല്ലിക്ക് മുട്ടയിടാനും പല്ലിക്ക് കാട്ടിക്കാനും വേണ്ടി വീട് പണിയുന്ന ആളുകളുണ്ട്. ഇത് അല്ലാഹുവിന്റെ മുന്നിൽ സമാധാനം പറയേണ്ട ഇടപാടാണ്. പള്ളിക്ക് വേണ്ടി ചോദിച്ചാൽ തരാൻ മടിയാ, മദ്രസയ്ക്ക് വേണ്ടി ചോദിച്ചാൽ തരാൻ മടിയാ. അവന്റെ വീട് മോടി പിടിപ്പിക്കാൻ വേണ്ടി എത്ര രൂപയാണ് ചെലവഴിച്ച് കളയുന്നത്. മോനെ, ഒരു പള്ളിക്ക് വേണ്ടി നീ ഒരു സംഭാവന ചെയ്താൽ, ഒരു മദ്രസയ്ക്ക് വേണ്ടി സംഭാവന ചെയ്താൽ, ഹബീബായ മുത്തനബി പഠിപ്പിക്കുന്നത് സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖ എന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദാനമെന്നാണ്. നീ അങ്ങ് മരണപ്പെട്ടു പോയി, ഇവിടെ മദ്രസയുണ്ടെങ്കിൽ മദ്രസയുടെ ചെലവിന് വേണ്ടി സംഭാവനകൾ ധാരാളം നൽകിയ ആളുകൾ ഈ മജ്‌ലിസിലുണ്ട്. ഈ നാട്ടുകാരായ ആളുകൾ ചെയ്തിട്ടുണ്ടെന്ന് സംഘാടകർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ ആളുകൾക്കൊരു സുവിശേഷം പറയട്ടെ. നിങ്ങൾ കൊടുത്ത സംഭാവനയുണ്ടല്ലോ വാപ്പാ, നിങ്ങൾ കൊടുത്ത സ്വർണമുണ്ടല്ലോ പെങ്ങളെ,